ആരോഗ്യമാനന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ SVT ആശുപത്രിയിലെ ഡോക്ടർ വിഷ്ണുവാണ്. കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ട്രാൻസ്പ്ലാന്റിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നം തന്നെയാണ് ഈ നെഫ്രോളജിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. ഡയാലിസിസ്, അത് എത്ര ചെയ്താലും അതിനൊരു പരിഹാരമില്ലെന്ന് തോന്നുന്ന ചില അവസ്ഥകൾ ഉള്ള മിക്ക രോഗികളെങ്കിലും നാം കാണാറുണ്ട്. അത്തരമൊരു സംഘം രോഗികളെയാണ് ഇവരിവിടെ നോക്കുന്നത്. എന്തായാലും ഡോക്ടറോട് നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷനിലും നെഫ്രോളജി വിങ്ങിലുമൊക്കെയുള്ള മെയിൻ വെല്ലുവിളി എന്താണ്? കാണുന്ന രോഗികളുടെ എണ്ണം, കാരണം അത് കൂടിക്കൂടി വരികയാണ്, കാരണം എല്ലാ മേഖലയിലും കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വൃക്കരോഗത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, വൃക്കരോഗം പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്ന വളരെ അവസാന സ്റ്റേജിലാണ്. കാരണം ലക്ഷണങ്ങൾ വലുതായിട്ട് ഉണ്ടാവാറില്ല. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം കാലിലെ നീര് അല്ലെങ്കിൽ മൂത്തിലുണ്ടെന്ന പത, ഈ ലക്ഷണങ്ങളൊന്നും ആൾക്കാർ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ വൃക്കരോഗം അങ്ങനെ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാതില്ല. ചെറുപ്പക്കാരിലൊക്കെ പെട്ടെന്നൊരു തലവേദന വരിക, BP കൂടുക, അങ്ങനെ ശ്വാസം മുട്ടലുണ്ടാവുക, അങ്ങനെയൊക്കെ കാഷ്വാലിറ്റി വരുമ്പം ക്രിയേറ്റ് നോക്കുമ്പോഴായിരിക്കും 10. പിന്നെ ചികിത്സ തന്നെ നമുക്ക് നടക്കാത്ത രീതിയിലാവും. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരിൽ വൃക്കരോഗം പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാ അസുഖങ്ങളും കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ വൃക്കരോഗം കൂടുന്നുണ്ട്. പക്ഷേ അത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതദൈർഘ്യം കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കൂടുതലും അതൊരു പോസിറ്റീവ് രീതിയിലാണ് വരുന്നത്. അതായത് മനുഷ്യൻ്റെ ജീവിതദൈർഘ്യം കൂടുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലതും കുറച്ച് കാലം പഴക്കം വരും. അപ്പോൾ ഇതെല്ലാം വൃക്കയും കരളിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെ പ്രമേഹം വളരെയധികം, പണ്ടൊക്കെ പ്രമേഹം വന്ന 5-10 വർഷം വന്നാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആൾക്കാർ ജീവനൊക്കെ ആപത്തുണ്ടാവും. ഇപ്പം പ്രമേഹമൊക്കെ വളരെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, കാലദൈർഘ്യം കൂടും. അപ്പോൾ ഈ പ്രമേഹമൊക്കെ കാലപ്പഴക്കം വരുമ്പോൾ അതെല്ലാം വൃക്കയും പല അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ പ്രമേഹ വൃക്കരോഗം, രക്തസമ്മർദ്ദം കൊണ്ടുള്ള വൃക്കരോഗം, ഇതെല്ലാം കൂടി വരുന്നുണ്ട്. പിന്നെ വേറൊരു നെഗറ്റീവ് വശം അതിനുള്ളതെന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ചെറുപ്പക്കാർക്ക് ഈ അസുഖങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പം ചെറുപ്പക്കാർക്ക് ഈ അസുഖങ്ങൾ കൂടുതൽ വരുന്നുണ്ട്, പ്രമേഹവും ഇതും. അതിപ്പോഴത്തെ ജീവിതശൈലി അതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രായമുള്ളവർക്ക് ജീവിതദൈർഘ്യം കൂടുന്നുകൊണ്ട് വരുന്നതും, ചെറുപ്പക്കാർക്ക് വളരെ പെട്ടെന്ന് ഇനി അസുഖം വന്നിട്ട് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് വൃക്കരോഗങ്ങൾ ഇപ്പോൾ വളരെയധികം കൂടിക്കാണുന്നത്. വൃക്കരോഗം കൂടിക്കാണുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വൃക്കരോഗം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സിച്ച് കുറേയൊക്കെ ഭേദമാക്കാൻ പറ്റും. കുറച്ചൊക്കെ നമുക്ക് ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിലും അത് മോശപ്പെടാതെ നോക്കാൻ പറ്റും. അതായത് നമുക്ക് ക്രിയേറ്റിന് 1 വേണ്ടത്. ഇപ്പോൾ ഒരു 1.5, 2 നമ്മളെടുത്ത് എത്തുകയാണെങ്കിൽ അതിൻ്റെ വേണ്ട ചികിത്സകളൊക്കെ ചെയ്ത് ഓരോ ചികിത്സയാണ്. പല അസുഖങ്ങളുണ്ടല്ലോ, ചികിത്സ ചെയ്ത് അതിനെ നമുക്കൊരു 2, ക്രിയേറ്റിൻ 2, 3 നിർത്തിക്കൊണ്ട് പോയാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം. പലപ്പോഴും ക്രിയേറ്റിൻ 10-12 എത്തി നമ്മൾ കണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഡയാലിസിസ് ഒക്കെ തുടങ്ങേണ്ടി വരികയാണെങ്കിലാണ് പ്രശ്നം വരുന്നത്. അതിൽ തന്നെ 60 വയസ്സിന് മേളിലുള്ളവർക്ക് നമ്മൾ സാധാരണ ഡയാലിസിസ് തന്നെ പറയാം. കാരണം അവരുടെ ജീവിതദൈർഘ്യം ഒക്കെ കണക്കാക്കിയിട്ട് ഡയാലിസിസ് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകും. പക്ഷേ ചെറുപ്പക്കാർക്ക് 60 വയസ്സിന് താഴെയുള്ളവർക്ക്, പിന്നെ പ്രത്യേകിച്ച് 40-50 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ഈ ഡയാലിസിസ് ചെയ്ത് പോകുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഡയാലിസിസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഡയാലിസിസ് ചെയ്യുന്ന ആക്സസ് ഫിസ്റ്റുലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡയാലിസിസ് ചെയ്ത് ഹൃദയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അവർക്ക് ആക്റ്റീവായിട്ട് അവർ ആക്ച്വലി ജോലി ചെയ്ത് ജീവിക്കേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ 3 ദിവസമൊക്കെ വന്നിട്ട് പോകുമ്പോൾ, ഇപ്പോൾ 60 വയസ്സിന് മേലുള്ളവരൊക്കെ കുറേ പെൻഷനായ ആൾക്കാരായിരിക്കും വീട്ടിൽ. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നം. ഈ 40 വയസ്സുള്ള ഒരാളൊക്കെ ആഴ്ച 3 ദിവസം ഹോസ്പിറ്റലിൽ ഒന്നും അവർക്ക് ജോലി പോലും കിട്ടത്തില്ല. മിക്കവരും പ്രൈവറ്റ് സെക്ടറിലൊന്നും ജോലി പോലും പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്യേണ്ടത്. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ലൈഫാണ്. ജീവിതകാലം മൊത്തം ഒരു 3 മരുന്ന് കഴിക്കണമെന്നല്ലാതെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ജോലിക്ക് പോകാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഡോക്ടറിനൊരു 3 മാസം വന്ന് വെച്ച് കണ്ടാൽ മതി. ഒരു നോർമൽ ലൈഫാണ്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി അതാണ് പ്രശ്നം. ദൈവം നമുക്ക് 2 കിഡ്നി തന്നിട്ടുണ്ടെങ്കിലും അത് കാറിൻ്റെ ഒരു സ്റ്റെപ്പിനി ടയർ പോലെയല്ല തന്നിട്ടുള്ളത്. അതായത് നമ്മൾക്കിപ്പം എന്ത് അസുഖം വന്നാലും, രക്തം വഴി വരുമ്പോൾ എല്ലാ അസുഖങ്ങളിലും 2 കിഡ്നി ഒരുമിച്ചാണ് കേടാവുന്നത്. ഒരു കിഡ്നി ഒറ്റയ്ക്ക് കേടാവത്തില്ല. ഒരു കിഡ്നി ഒറ്റയ്ക്ക് കേടാവുന്ന കണ്ടീഷൻ, ഒരു കിഡ്നിയിൽ മാത്രം കല്ല് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ഒരു കിഡ്നിയിൽ മാത്രം ഡാമേജ് വരിക. അല്ലാതെയുള്ള മിക്ക കണ്ടീഷനിലും ഷുഗർ, BP, വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങൾ എല്ലാം 2 കിഡ്നി ഒരുമിച്ച് കേടാവും. കാരണം 2 കിഡ്നി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2 കിഡ്നി ഒരുമിച്ച് കേടാവും. അപ്പം പിന്നെ നമുക്ക് ഒരു കിഡ്നി അങ്ങനെയുള്ളൊരു ഗുണമില്ല. അതും 2 കിഡ്നി ഉള്ളവർക്കും 1 കിഡ്നി ഉള്ളവർക്കും അസുഖം വന്നാൽ ഒരേപോലെ ആയിരിക്കും കേടാവുന്നത്. 10,000-ലേക്ക് ഒരാൾക്ക് 1 കിഡ്നി ആയിട്ടാണ് ജനിക്കുന്നത്. അവർക്കും നോർമൽ കിഡ്നി ഫംഗ്ഷൻ ആയിരിക്കും. മനസ്സിലായില്ല, നമ്മൾ അറിയത്തുമില്ല. പലപ്പോഴും വേറെ വയറുവേദനയ്ക്കൊക്കെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നതിന് ഒരു കിഡ്നി ഉള്ളൂ എന്ന്. പക്ഷേ കുഴപ്പമൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ചാണ് കേടാവുന്നത്. അപ്പോൾ നമ്മൾ കിഡ്നി മാറ്റി വയ്ക്കുമ്പോഴും നമ്മൾ ആ ഉള്ള 2 കിഡ്നി അവിടെ തന്നെ കാണും.
നമ്മൾ കിഡ്നി വയ്ക്കുന്നത് തരുന്നയാളുടെ കിഡ്നി നമ്മൾ വേറെ സ്ഥലത്താണ് വയ്ക്കുന്നത്. റീപ്ലേസ് ഇല്ല ഇല്ല, ആ 2 കിഡ്നി അവിടെ തന്നെ കാണും. അപ്പോൾ അത് എക്സ്പെൻസീവ് അല്ലേ ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ? ഇല്ല, ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പണ്ടൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പം വളരെയധികം എക്സ്പെൻസ് കുറഞ്ഞാണ് വരുന്നത്. കാരണം ഇപ്പം നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പല മുന്നേറ്റങ്ങളെയും പോലെ അതിൻ്റെ മരുന്നുകൾ പലതും കുറഞ്ഞിട്ടുണ്ട്. മരുന്നിൻ്റെ പല പേറ്റൻസ്, മരുന്ന് കൊടുക്കുന്ന മരുന്നുകളുടെ എല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു അതായത് പേഷ്യൻ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ സാധാരണ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ഡോണറും റെസിപ്പിയൻറ്റും വന്നു കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് അവിടെ നിന്ന് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ എല്ലാം കൂടി ഒരു 10 ലക്ഷം താഴെ ആവത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് പ്രോട്ടോക്കോളൊക്കെ സ്ട്രിക്റ്റ് അല്ലേ? അത് ഗവൺമെൻറ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഉണ്ട്. അതായത് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മക്കൾ. ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇതിന് നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ സീനിയർ ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റിയിൽ അപ്രൂവൽ മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അച്ഛനും അമ്മയാണെന്നുള്ള തെളിയിക്കുക, ആധാറൊക്കെ നോക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതൊരു അവിടുത്തെ ഒരു കമ്മിറ്റിയുണ്ട്, ഒരു പുറത്തുള്ള ഒരാളുമൊക്കെ ഉള്ളൊരു കമ്മിറ്റിയുണ്ട്, സീനിയർ ഡോക്ടർമാരും പിന്നെ പുറത്തുനിന്ന് വരുന്നൊരു ഗവൺമെൻറ്റിൻ്റെ ഒരാളും കൂടി ഉള്ളൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ തീരുമാനം മാത്രം മതി. പിന്നെ സെക്കൻഡ് ഡിഗ്രി ആകുമ്പോഴാണ്, അതായത് ഇപ്പോൾ അച്ഛൻ്റെ സഹോദരൻ, അമ്മയുടെ സഹോദരി, അല്ലെങ്കിൽ ഫ്രണ്ട്, സുഹൃത്തൊക്കെ ആണെങ്കിലാണ് ഗവൺമെൻറ് കമ്മിറ്റി ക്ലിയറൻസ് വേണ്ടത്. അതിനും 2 മാസം വരെ സമയം ഗവൺമെൻറ് കമ്മിറ്റി കൂടുമ്പോഴാണ് അത് ക്ലിയറൻസ് തരുന്നത്, മെഡിക്കൽ ബോർഡ് കൂടുമ്പോഴാണ്. പക്ഷേ അതും ഇന്ന് ക്ലിയറൻസ് എല്ലാം തരാറുണ്ട്. അത് ജെനുവിൻ ആണെന്നുണ്ട്, സാമ്പത്തിക ഇടപാട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തിക ഇടപാടൊന്നും ഇല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ക്ലിയർ തരാറുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള ക്ലൈമറ്റ് ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പെട്ടെന്നുണ്ടാകാനും ഇതുപോലുള്ള ഈ കിഡ്നിക്കുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണോ? നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ചൂടുള്ള സ്ഥലങ്ങളിൽ, അതായത് തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ, ഉത്തരേന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ, വളരെയധികം ചൂടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്നിട്ട് കിഡ്നി അസുഖങ്ങൾ വളരെയധികം കണ്ടുവരാറുണ്ട്. പിന്നെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ബോർവെല്ലൊക്കെ ഉപയോഗിക്കുമ്പം, പിന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളത്തിൽ മിനറലിൻ്റെ അംശം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ കിഡ്നി അസുഖം കൂടുതൽ വരാറുണ്ട്. സാധാരണ ഒരു കേരളത്തെ പോലത്തെ ഒരു ക്ലൈമറ്റിലൊന്നും ക്ലൈമറ്റ് കൊണ്ട് കിഡ്നി അസുഖം വരത്തില്ല. അതുപോലെ നമ്മുടെ UK, യൂറോപ്പ്, അതുപോലെ US ഒക്കെ ഇപ്പം -20 ആയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല തണുപ്പത്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ ഈ വാട്ടറിന്റെ പ്രശ്നം അല്ലാതെ എങ്ങനെയാണ്? ഇല്ല, തണുപ്പുള്ളപ്പോൾ നമുക്ക് കൂടുതലും കിഡ്നിക്ക് പ്രശ്നം വരുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ ജലാംശം കുറയുമ്പോഴാണ് ശരീരത്തിൽ. അപ്പം തണുപ്പ് രാജ്യങ്ങളിലൊന്നും അതുകൊണ്ട് വൃക്കയ്ക്ക് കേടുവരേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പം ഇന്ത്യക്കാർ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ നേറ്റീവ് കമ്മ്യൂണിറ്റി, നമ്മൾ ജനിച്ചു വളർന്നൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെയുള്ള അമ്മയുടെ അമ്മ, അവരുടെ ജീനാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ജീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആഹാരമായിട്ടാണ് ആ ജീൻ ട്യൂൺഡ്. അപ്പം നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റിയിലോട്ട് ജീവിക്കുമ്പോൾ അവിടെ ചെന്നുള്ള 5-6 ജനറേഷനിൽ ഈ അവിടുത്തെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് വരും. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയൊരു എൻവയോൺമെൻറ്റിൽ പോകുമ്പോൾ പല പുതിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ നമ്മൾ അവിടെ ചെന്ന് നമ്മളിപ്പോൾ ഇവിടെ വലിയ ഫാറ്റി ഫുഡ് കഴിക്കാത്തൊരു പെട്ടെന്ന് അവിടെ പോയി ഫാറ്റി ഫുഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ആ എൻവയോൺമെൻറ്റുമായിട്ട് നമ്മുടെ ശരീരം പഴകി വരാൻ വേണ്ടിയിട്ട് ഉള്ള സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ശ്രദ്ധിക്കത്തില്ല. നോക്കത്തില്ല. മെസ്സേജ് ഇപ്പം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന 40 വയസ്സിന് ശേഷമൊക്കെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് 3 ഒക്കെ വരുന്നുണ്ട്. ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ 30 വയസ്സാകുമ്പോൾ when we enter the 30s തന്നെ ഒരു ഷുഗറും കൊളസ്ട്രോൾ, നമ്മളൊരു ബ്ലഡ് പ്രഷറും നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗറും കൊളസ്ട്രോളും കിഡ്നിയുടെ ഫംഗ്ഷനും ലിവറിൻ്റെ ഫംഗ്ഷനും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ വരാൻ സമയമെടുക്കുമെങ്കിലും നമ്മളിപ്പോഴത്തെ ഒരു ഫുഡ് ട്രെൻഡും നമ്മുടെ അതനുസരിച്ചിട്ട് വെൻ യു റീച്ച് ദ 30, നമ്മൾ ഓരോ ഡിക്കേഡ് കയറുമ്പോൾ അതൊരു സെലിബ്രേഷൻ ആണല്ലോ. വെൻ യു റീച്ച് 30s 40s 50s എന്ന രീതിയിൽ. സോ വെൻ യു റീച്ച് 30s തന്നെ ഒരു ഇതെല്ലാം ചെയ്ത് നോക്കുന്നത് നമുക്ക് തന്നെ ഒരു ബേസിക് ഐഡിയ കിട്ടും. അതിലൊരു പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കണ്ടിട്ട് ഇനി അത് ഇപ്പോൾ ഇവൻ മിക്കവരും ചെയ്യാൻ പേടിക്കുന്നത് ഇനി കൊളസ്ട്രോൾ കണ്ടുപിടിച്ചാൽ ഇനി കഴിക്കാൻ പറ്റൂലേ, അങ്ങനെ ഒരു പേടിയിലാണ് മിക്കവരും കഴിക്കുക. അതിന് ഷുഗർ കണ്ടുപിടിച്ചാൽ കഴിക്കാൻ പറ്റില്ലേ. പക്ഷേ മിക്കവർക്കും ആ സമയം നോക്കുമ്പോൾ അങ്ങനെ വലിയ കൊളസ്ട്രോളും ഷുഗറൊന്നും കാണില്ല. പക്ഷേ കൂടാൻ സാധ്യത ഉള്ളവരിൽ ചെറിയൊരു ബോർഡർ ലൈൻ കൂടുതൽ കാണും. അപ്പോൾ അവർക്ക് കുറച്ചൊരു കോഷ്യസ് ആകാൻ പറ്റും. കോഷ്യസ് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കടയിൽ കയറി മട്ടൻ കറി ഇഷ്ടമാണ്, ചിക്കൻ കറി ഇഷ്ടമാണ്. ഇപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്ക് മട്ടൻ കറി ഒഴിവാക്കി ചിക്കൻ കറി കഴിക്കാം. അവൻ കഴിക്കാതിരിക്കണ്ട. പക്ഷേ മട്ടൻ നമുക്കുണ്ടെന്ന് അറിയാമെങ്കിൽ രണ്ടും ഇഷ്ടമാണെന്ന് പറയും. ഇപ്പം മട്ടൻ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ച് കഴിക്കാം. അതിൽ തന്നെ ഇച്ചിരി എമൗണ്ട് കുറച്ച് കഴിക്കാം. നമുക്കങ്ങനെ കുറച്ച് നമുക്കൊരു ഇച്ചിരി കോഷ്യസ് ആവാൻ പറ്റും.
കിഡ്നി ഫെയിലിയർ വരുന്നത്? കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലൊന്നുമില്ല. പക്ഷേ എല്ലായിടത്തും ഈ വൃക്കരോഗങ്ങൾ ഇങ്ങനെ ഈ 2 രീതി കൊണ്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ നേരത്തെയുള്ള വരുന്നത് കൊണ്ട് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നതുകൊണ്ടും, സെക്കൻഡ് ഇങ്ങനെ ജീവിതദൈർഘ്യം കൂടുന്ന കാരണമുള്ള പ്രായമുള്ളവരുടെ ഇത് കൂടുന്നതുകൊണ്ടുള്ള വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടുന്നത് അനുമതിയായിട്ട് കൂടുന്നുണ്ട്. ഒരുപാട് പേര് വെയിറ്റ് ലോസ് ചെയ്യാനും അത് വളരെ ഒരു കൺസേൺ ആണ്. അതായത് നമ്മൾ ജിമ്മിൽ പോകുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം ജിമ്മിൽ പോയി സാധാരണ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരം, അതായത് എഗ്ഗിൻ്റെ വൈറ്റ്, പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വൈറ്റ് എത്ര കഴിച്ചാലും കേടില്ല. മുട്ടയുടെ വൈറ്റ്, ചിക്കൻ കഴിക്കാം, അങ്ങനത്തെ കഴിക്കാം. ഈ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ പൗഡറെല്ലാം കഴിക്കുന്നത് അത്ര നല്ലതല്ല. പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പം കിഡ്നിയിലോട്ടൊരു പ്രോട്ടീൻ്റെ ഓവർലോഡ് വരെയാണ്. അപ്പോൾ അത് ചില ആൾക്കാരിലൊക്കെ പറയുന്ന പോലെ ഈ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു കിഡ്നി അസുഖമുണ്ട്, IG നെഫ്രോപ്പതി എന്നൊരു അസുഖമുണ്ട്. അത് ഇപ്പം 30% പേരിൽ ജീവിതകാലത്തിൻ്റെ കണ്ടുപിടിക്കപ്പെടത്തില്ല. ഇപ്പം മനസ്സിലായില്ലേ? അത് കണ്ടുപിടിക്കപ്പെടാതെ അങ്ങ് പോകും. അത് അസുഖം കൂടത്തേയില്ല. 30% പേരിൽ അത് പെട്ടെന്ന് കൂടി പോകും. ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പം കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നമുള്ള ആൾ കയറി ഈ പ്രോട്ടീൻ എല്ലാം കൂടെ എടുത്ത് തട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവന് ജീവിതകാലത്ത് കിഡ്നി അസുഖം വരേണ്ടവനായിരിക്കത്തില്ല. അവൻ കിഡ്നി പേഷ്യൻ്റായിട്ട് മാറും. പിന്നെ ഈ ഒരിക്കൽ എന്തെങ്കിലും ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കറങ്ങിയിരിക്കും. ഇപ്പം ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ച് കിഡ്നിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടീൻ പൗഡർ നിർത്തിയാലും ചിലപ്പോൾ അത് നോർമൽ ആവണമെന്നില്ല. പിന്നെ അവനൊരു കിഡ്നി പേഷ്യൻ്റായിട്ട് പിന്നെ ആ ഒരു സൈക്കിളിലോട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ക്രിയാറ്റിൻ പൗഡർ കഴിക്കുക, അതൊന്നുമില്ല. പിന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്, കൊറിയൻ മെഡിസിൻസ് ഇതൊക്കെ വരുത്തി കഴിക്കുക. അപ്പോൾ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇതൊന്നും എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല, എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും അറിയത്തില്ല. അതെല്ലാം ഒഴിവാക്കുക. വെയിറ്റ് ലോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഫുഡ് കഴിക്കുക, എക്സസൈസ് ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. പിന്നെ അല്ലെങ്കിൽ ഒരു ആധുനിക വൈദ്യസ്ഥലൊരു ഡോക്ടറെ കണ്ടിട്ട്, എൻഡോക്രോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കഴിച്ച് കുറയ്ക്കുക. അല്ലാതെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം കഴിക്കുന്ന വലിയ പ്രശ്നം. നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻസ് വരാറുണ്ട് ജിമ്മിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിച്ച് ക്രിയേറ്റിംഗ് കൊടുക്കുക. തന്നെ അത് നമ്മൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കി വിടും. ഈ അടുത്ത കാലത്ത് വാർത്തയാണ് ഈ ഫേഷ്യൽ ക്രീമൊക്കെ വാങ്ങിച്ച്. അത് ഉണ്ട്. അത് പക്ഷേ അത് ഫേഷ്യൽ ക്രീം അത് ആക്ച്വലി ഒരു ലോക്കൽ കമ്പനിയിലായിരുന്നു. അതിലൊരു കമ്പോണൻറ്റ് കിഡ്നി അഫക്റ്റ് ചെയ്തായിരുന്നത്. അത് പക്ഷേ ഒരു ലോക്കൽ കമ്പനിയിലായിരുന്നു. വളരെ ഇപ്പോൾ റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് ഒന്നും അവർ മെർക്കുറി ഒന്നും ഉപയോഗിക്കാറില്ല. ഇതുപോലെയുള്ള പറ്റിപ്പുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും വളരെ കാലമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സും എല്ലാവരും ടെസ്റ്റ് ചെയ്തുള്ളതൊക്കെ വേണം ഉപയോഗിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണം. അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ശരി.